മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പടയപ്പിറങ്ങി. എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ വരുന്ന പോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പടയപ്പം വരും. അരുവിക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാന വീണ്ടും വന്നത്. ആദ്യം നമുക്ക് പടയപ്പയുടെ ദൃശ്യങ്ങൾ കാണാം. പടയപ്പ വരൂ. അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിനെ കാണാതെ മൂന്നാർ നിവാസികൾക്ക് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ട്. തേയിലക്കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ മന്ദമാരുതനെ പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും പടയപ്പ. നല്ല സൂപ്പർ കൊമ്പുവാ. കണ്ടാ പിന്നെ ജീവൻ ബാക്കിയാണ്. ഓക്കെ, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നിരുന്നു. രാഹുൽ, പടയപ്പയുടെ ലേറ്റസ്റ്റ് വിനോദം പറയൂ. പടയപ്പയുടെ ലേറ്റസ്റ്റ് വിനോദം അരുവിക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങി വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അരുവിക്കാട് എസ്റ്റേറ്റിലാണ് ആളുകൾക്ക് വലിയ പരാതിയുണ്ട്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ലയങ്ങൾക്ക് സമീപത്തെത്തുകയും അത് വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രിയും പുലർച്ചെ വരെ വലിയ തരത്തിൽ ആശങ്കയായിട്ട് പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയായിരുന്നു. പിന്നീട് RRT എത്തി വലിയ പാടുപെട്ടിട്ടാണ് ഈ ആനയെ തുരത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് RRT ഈ പടയപ്പയെ തുരത്തുന്നതാണ്. തുരത്താൻ ശ്രമിക്കുമ്പോൾ അത് സോളാർ ഫെൻസിംഗിലേക്ക് ആന തുമ്പിക്കൈ മുട്ടിക്കുന്നു. അപ്പോൾ കുറച്ചു നേരം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് അത് ലയത്തിന് മുൻപിലൂടെ തന്നെ അത് അമിത വേഗതയിൽ അങ്ങ് പോവുകയാണ്. അതിവേഗതയിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. എന്തായാലും ജനവാസ മേഖലയ്ക്ക് സമീപം ഇപ്പോഴും കാട്ടാന പടയപ്പ തുടരുകയാണ്. ഈ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നത് ആളുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാശ്വതമായിട്ടൊരു പരിഹാരം അത് നിരന്തരമായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് നാട്ടുകാർ. SK. ഓക്കെ, എന്തായാലും പടയപ്പയെ കാട് കയറ്റിയല്ലോ, ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.